This is how it's gonna be. This is what you think of me. It's going down like I told you. This is how it's gonna be. I'll be the last man standing here. I'm not going anywhere. It's going down like I told you. I'll be the last man standing here. What you gonna do? I'm gonna rock you. What you gonna do? I'm gonna rock you. What you gonna do? I'm gonna rock you. I'll have you begging for mercy, begging for mercy. Oh, I'm dangerous. So dangerous. I'm dangerous. So dangerous. I'm the baddest mother up in here. നിന്തിരു കൽപ്പന കാത്തിടുവാൻ നിന്തിരു വചനത്തിൻ സാക്ഷികളായിടാൻ നിന്തിരു കൽപ്പന കാത്തിടുവാൻ സ്വർഗപിതാവേ നൽവരമേകൂ ബലമാനസരീസുതരിൽ സ്വർഗപിതാവേ നൽവരമേകൂ ദുർബലമാനസരീസുതരിൽ സ്നേഹപിതാവേ നീ സദയം പ്രാർത്ഥന കേൾക്കണമേ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സിനെ സ്വർഗ്ഗത്തിലെ പോലെ പൂജിതമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് നിന്നോട് നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ, സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. എത്രയും ദയയുള്ള മാതാവേ, സഹായം തേടി വന്നവരെ പോലെ നീ വീഴ്ചയായിട്ട് കന്യകളുടെ രാജ്ഞിയുള്ള മാതാവേ, ോട്ട് പാലം മാതാവേ, ഭാവികളായ ഞങ്ങളുടെ അപേക്ഷ
സ്വർഗീയപരങ്ങളാൽ ഈ വധൂരന്മാരെ സമ്പന്നരാക്കുകയും ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഈ കൂദാശ യോഗ്യതയോടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ പുത്രിയെ ശ്രദ്ധിച്ച് കേൾക്കുക. നിന്റെ ജനത്തെയും പ്രതിഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാരെ അനുഗമിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവന പരിശുദ്ധ കുളഞ്ഞെടുക്കുന്ന മുന്തിരിവള്ളിയായി നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്ത് മുറകൾ പോലെയുമായിരിക്കും. ജീവിതത്തിന്റെ ഓരോ ദിവസവും ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവത്തിന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. എല്ലാ സഹായങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും തന്നെ മുടിയോട് നിൽക്കുന്ന സഭയിൽ ഞങ്ങളെ നിരന്തരം സ്തുതിക്കുകയും അകപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാടിനും സൃഷ്ടാവുമാകുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നല്ല ചിന്തിച്ച നമുക്ക് മാർഗദീപമായിരിക്കട്ടെ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ നീയും ഉറവിടവുമായ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സിംഹാവതം എപ്പോഴും ഞങ്ങളെ പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ നീക്കും. സഹോദരരെ, വിശുദ്ധ ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്കെതിരെങ്കിലും വചനമനുസരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് അനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആരോപണവും നിഷ്കാമവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമണികളായ പിന്നെയും സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളാണ് നിങ്ങളുടെ അലങ്കാരം. പിന്നെയും ദൈവസന്നിധി വിശിഷ്ടമായ സൗമ്യം ശാന്തമായ ആത്മാവാകുന്ന അനശ്വര രക്തമണിഞ്ഞ ആന്തരികമാണ്. ദൈവത്തിൽ വ്യത്യാസം വിശുദ്ധ സ്ത്രീകൾക്ക് മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അനുകരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. സാധാരണ ആദായം വിളിച്ചോടനുസരിച്ചിരുന്നെങ്കിൽ നന്മ ചെയ്യുകയും ഒന്നിനെ ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവരുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങൾ ഉപയോഗത്തോടെ നിങ്ങളുടെ ഭാര്യകളടുത്ത് ജീവിക്കുകയും സ്ത്രീ പെണ്ണുകിന്റെ മാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ വാശിയെന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുകയും ഇത് നിങ്ങളുടെ പ്രധാന തടസ്സം ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടിയാണ്. ഈശോയോട് പറഞ്ഞു, നിങ്ങളെ അടിമകളാണ് ഈ കൽപ്പന നിങ്ങൾക്ക് നൽകിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭത്തിൽ ദൈവം ഒരു പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാലത്ത് പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും ഭാര്യയോട് ചേരുകയും ചെയ്യും. ഒരു ശരീരമായിരിക്കും. തന്മൂലം പിന്നീട് ഒരിക്കലും രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. സോണി മരിയ ആദ്യമേ തന്നെ ഇന്ന് വിവാഹിതരാകുന്ന ഈ രണ്ട് മക്കൾക്കും വൈദികരുടെയും കുടുംബാംഗങ്ങളുടെയും മറ്റെല്ലാവരുടെയും പേരിലുള്ള എല്ലാവിധ ദൈവാനുഗ്രഹവും ആശംസകളും ഏറെ സ്നേഹത്തോടെ നേരുകയാണ്. മാലാഖമാർ പാടുന്ന സമയം സ്വർഗം തുറക്കുന്ന സമയമാണ്. മാലാഖമാരുടെ പാട്ട് കേൾക്കുവാൻ നമ്മൾ കുറച്ചു പേരേ ഉള്ളൂ.
സ്വർഗം തുറക്കുന്നത് കാണുവാനും നമ്മുടെ കുറച്ചു പേരേ ഉള്ളൂ. അതുകൊണ്ട് മാലാഖമാർ കാണാതിരിക്കില്ല, സ്വർഗം തുറക്കാതെയും ഇരിക്കില്ല. കാരണം വിവാഹമെന്നുള്ള ഒരു കൂതാശയാണ് ഈ മക്കള് സ്വീകരിക്കുന്നത്. ഈ വിവാഹമെന്ന കൂതാശ ദൈവത്തിന്റെ പദ്ധതിയിൽ സ്വീകരിക്കപ്പെടുമ്പോൾ സ്വർഗം തുറക്കുന്ന ഒരു വലിയ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അത് ഏത് ദൈവികമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും, നാം ചെയ്യുന്ന നന്മകളാണെങ്കിലും അവിടെ മാലാഖമാർ പാടും സ്വർഗം തുറക്കപ്പെടും. ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ പത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമുണ്ട്, BJ കുര്യൻ IAS. നമുക്ക് എല്ലാവർക്കും ഒരു അഭിമാനമാണ്, പ്രത്യേകിച്ച് കത്തോലിക്കർക്ക്, പാലാക്കാരനാണ്. അദ്ദേഹത്തെ കുറിച്ച് പത്രങ്ങളെല്ലാം, മീഡിയ എല്ലാം നല്ലതുപോലെ എഴുതിയിട്ടുണ്ട്. എന്താണ് അതിന് കാരണം? ഒരു സ്വർഗം തുറക്കുന്ന മാലാഖമാർ പാടുന്ന ഒരു ജീവിതം. ഓരോ ജീവിതങ്ങളും അങ്ങനെയാകണമെന്നുള്ളതാണ് ഈ മാതൃക നമ്മളെ കാണിക്കുക. 27 വർഷമായി അദ്ദേഹം സിയാലിന്റെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് 27 വർഷമായി വിമാനത്താവളം ഉണ്ടായിരുന്നു. 20 വർഷവും BJ കുര്യനായിരുന്നു ഇതിന്റെ ഉത്തരവാദിത്വ തലപ്പത്തിരുന്നത്. അദ്ദേഹത്തെ ഞാൻ 20 വർഷങ്ങൾക്ക് മുമ്പ് കാണാൻ പോയിരുന്നു. അന്നൊരു ചെറിയ മുറി, ഒരു പഴയ കെട്ടിടത്തില് ഒരു മുറിയിൽ അദ്ദേഹം ഇരിക്കുകയാണ്. ചോദിച്ചു വന്നപ്പോൾ അന്ന് പറഞ്ഞ കാര്യം തന്നെയാണ്, കുടുംബ ജീവിതത്തെ കുറിച്ച് എന്ത് പറയുന്നു സാറേ? അദ്ദേഹം പറഞ്ഞത്, അച്ഛാ, ഞാൻ എന്റെ മാതാപിതാക്കന്മാരിന് കിട്ടിയ ഒരു പാരമ്പര്യമുണ്ട്, എല്ലാ ദിവസവും പള്ളിയിൽ പോകണം, എല്ലാ ദിവസവും കൊന്ത ചെല്ലണം. ഇന്ന് വരെ ഞാൻ മുടങ്ങിയിട്ടില്ല. എന്റെ വിജയത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ജീവിതത്തിൽ റിസ്ക് എടുക്കണം, 2 കഠിനാധ്വാനം ചെയ്യണം, 3 ദൈവത്തിൽ ആശ്രയിക്കും. അദ്ദേഹം പറഞ്ഞത്, എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകും, കൊന്ത ചെല്ലാത്ത ദിവസം എന്റെ ജീവിതത്തിൽ ഇല്ല. യാത്രയിലാണെങ്കിലും ഞാനത് ചൊല്ലി ഒരിക്കലും ഞാൻ കൊന്ത മുടങ്ങില്ല. എനിക്ക് തോന്നുന്നത് ജീവിച്ച BJ കുര്യനാണ്. അന്ന് എല്ലാവരും പറഞ്ഞു അദ്ദേഹത്തോട്, ഇതിനിറങ്ങരുത്, 2000 രൂപ വീട്ട് സ്വന്തം വേണമെങ്കിൽ ഗവൺമെന്റ് ചെലവില് 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കാമായിരുന്നു. മൃഗങ്ങളുടെ മേലാണ് മുഖം വെച്ച് കെട്ടുക. എന്തിനാണ്? നമുക്കറിയാം, പോത്തിന്റെ മേലില് കാളകളുടെ മുകളിൽ പറ്റത്തില്ല. അപ്പോൾ മുഖം വെച്ച് കിട്ടുന്ന കർമ്മമാണ് എന്നെ പേരിട്ടിരിക്കുന്നത്. എന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയരുടെ പങ്കുകാരാകുവാൻ പരസ്പര വിശ്വസ്തയോട് ചാരിത്രശക്തിയോടുകൂടി സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ തന്റെ സാന്നിധ്യത്താൽ ഭഗവാന്മാരെ വിവേചിക്കായി നിന്റെ സഹായത്തിൽ ആശ്രയിച്ചും ദിവ്യസാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനായി ജീവിക്കുവാൻ സമാധാനത്തിന്റെ അനുഗ്രഹത്തിന്റെ മാതാപിതാക്കന്മാർ വിനയപൂർവ്വം ഞാൻ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മുടെ നാമത്തിൽ പിതാവിനും പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കാം. ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും ഞങ്ങളുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യഗ്രഹം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ദീർഘത്തിൽ പകർത്തുന്ന ഞങ്ങളെ ഇവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ഈ വധുവരന്മാർ കൂടാശയം പോകുന്നു. ഈ കൂടാശയം ചെയ്യുന്നതിന് പുരോഗതി നൽകി വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നമുക്ക് കൂടെ മൗനമായി പ്രാർത്ഥിക്കാം. ആദ്യ പുരുഷൻ ജീവിത സഖ്യ നൽകിയ ദൈവമേ, ഞങ്ങൾ അനന്ത പരിപാലനെ ഞങ്ങൾ വാഴ്ത്തുന്നു. ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂതാശ യോഗ്യതയോടെ പരിക്രമം ചെയ്യുവാൻ അങ്ങയുടെ ഈ ദാസനെ ശക്തനാക്കണമേ. ഞങ്ങൾക്ക് ഭാവനം സമൃദ്ധമായി ഞങ്ങൾ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. തിരുമണ
തിരുസഭയുടെ നടപടിയുമനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മർത്തയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. മർത്ത മിശിഹായുടെ നിയോഗം തിരുസഭയുടെ നടപടിയുമനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി സ്ത്രീയായി നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. സാക്ഷികളാണ് നിങ്ങൾ തമ്മിലുള്ള നമ്മുടെ ധാരാളമായ പരിശ്രമം പലതരം ചെയ്യുന്നത്. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിനേക്കത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ യേശു മിശിഹ നിങ്ങളെ വാഹനം ബന്ധിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനായ ദൈവം സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും മധുപരമായ ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന പോലീസ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെ അടയാളമായി പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കൃപാവരത്തിന്റെ അനുശ്വാസത്താൽ മനുഷ്യമകളെ അനുകരിക്കുന്ന കാരണമായ കർത്താവെ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവെ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗ്ഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. Oh
ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യും. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരനെ നിങ്ങളുടെ ശാസ്ത്രവാദം സ്വീകരിക്കുകയും സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗഖ്യത്താലും പരിശുദ്ധമായ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങളുടെ തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ ഭാഗത്ത് നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ ഈ സ്തുതിയും ഉപലരെയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. കുടുംബത്തിന് ജന്മം കൊണ്ട പുണ്യ നിമിഷമാണിത്. ഇവരെ പ്രത്യേകമായിട്ട് രോഗിയുടെ പേരിൽ അഭിനയിക്കുന്നു. അതുപോലെ എല്ലാവരും ദൈവാനുഗ്രഹം ഉണ്ടാവുകയും പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കുകൊണ്ട് ആശീർവാദത്തെ പുരുഷനും സ്ത്രീയുമായ മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടിക്രമത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹം എന്ന കൂദാശയ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ
വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാകട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യതരത്ത് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും ഹൃദയം സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകുകയും ചെയ്യട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും തിരുക്കമ്പതിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. Here we stand, the world awaits. We'll let the stars tonight light the way. Hand in hand, through light or rain. It's your constant love that gives me strength. Under the starlight we'll find our way, I know. This is the start of something beautiful. With you by my side, there's no place that we can't go. This is the start of something beautiful. When the wind moves along your face, it captures everything I long to say. So don't look back, love, and don't you wait. Just say you'll run with me, come what may. Under the starlight we'll find our way, I know. This is the start of something beautiful. With you by my side, there's no place that we can't go. 'Cause this is the start of something beautiful. Something beautiful. Here we stand, the world awaits. It's your love, I know, that gives me strength. Under the starlight we'll find our way, I know. This is the start of something beautiful. Good afternoon, one and all. Here comes the reason for our gathering today. Ladies and gentlemen, let's put our hand together and welcome our most beautiful bride, Mrs. Maria Francis, and our ever handsome groom, Mr. Sony Joseph, onto the stage. ഇതിലെ പ്രധാനപ്പെട്ട ദിവസമാണ് അല്ലേ? Let's pray to the Almighty to keep their life as happy, as charming as they are. As per the Holy Bible, in the book of Genesis, we read, "The Lord God said, it is not good for a man to be alone. I will make a helper suitable for him." മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. Once again, good afternoon all.
and welcome to the big day celebration of Sony and Maria. It's our pleasure to introduce you for the first time Sony and Maria as newly wedded couple. On this lovely occasion, on behalf of everyone gathered here, I wish you all success and a good life together. Now, let's know more about them. Our groom, Mr. Sony Joseph, son of Mr. Joseph Skaria and Lucy Joseph. He is from Changangeri family in Changanashiri. He is working as accountant in Mauritius. And our beautiful bride, Mrs. Maria Francis, daughter of Mr. Francis Joseph and Jolie Francis. She is from Metipara family in Kodamangalam. She is a nurse and she completed her BSc Nursing from St. Joseph's College, Dharmagiri. So, we welcome you both once again. Wish you a happy married life. The stage is incomplete without your family. So, let us invite your parents and siblings to share the space on the stage. Let's invite the family of the bride. Her father, Mr. Francis Joseph, mother, Mrs. Molly Jolie Francis, onto the stage. അടുത്തതായി വരന്റെ മാതാപിതാക്കളായ ഞങ്ങളുടെ പ്രിയപ്പെട്ട സിബിച്ചായനെയും സൂസി ആന്റിയെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇവരെ എല്ലാവരെയും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും ഇവരുടെ ബിഗ് ഡേയുടെ ഭാഗമായി ഒഫീഷ്യലി ഇവരെ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. To start with the bride, Mrs. Maria Francis, her father, Mr. Francis Joseph, he's a farmer, and her mother, Mrs. Jolie Francis, she's a housewife, and her sister, Anna Francis, she completed her BSc Nursing from Amuda College of Nursing, Kochi. Then, moving to our groom, Mr. Sony Joseph. His father, Joseph Skaria Changangeri, is a businessman, and his mother, Lucy Joseph, is a housewife. And he have a brother, Alan Joseph. He is working in Qatar Airways. സാഹചര്യത്തിന്റെ പരിമിതികൾ കൊണ്ട് അലന് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. We all miss you, Alan. Now, moving on to the candlelight ceremony. May I request both the bride and groom to step forward to light the candle. This horizon, it's shining. Seems the daylight knows this is our time now. Where we're going, these dreams we're holding. Oh, and now we know it. All the world is ours to take. You and me will find a way. Oh, the wonder that awaits. Here we are, forever starts today.
I crashed my car the other day, too busy thinking about your face, even though I just saw you yesterday. Yeah, it's a hazard to my health. I don't do nothing for myself. You made me turn up late for work again. Ooh, yeah. I'm talking about you, yeah. To all of my friends left the room, yeah. They won't go back. Oh, I hate how much I love you, and I hate how much I care. I spend all of my money and all my time, 'cause I hate, I love, I do. I hate how much I love you. Yeah, I hate how much I love you. I hate how much I love you. I emptied out my bank account just so that I could take you out to somewhere that you've never been before. And I told my friends 1,000 lies so I could be with you tonight. They don't believe a word I say no more. Ooh, yeah. I'm talking about you, yeah. I told myself I wouldn't fall, but I broke my own. Ooh, yeah. I can't come back. Oh, I hate how much I love you, and I hate how much I care. I spend all of my money and all my time, 'cause I hate, I love, I do. I hate how much I love you. Yeah, I hate how much I love you. I hate how much I love you, yeah. When you're not around me, I swear I got nothing to do, yeah. It's making me wonder what I did before I had you, yeah. I can't go back. Oh, I hate how much I love you, and I hate how much I care. I spend all of my money and all my time, 'cause I hate, I love, I do. I hate how much I love you. Yeah, I hate how much I love you. ഏറ്റവും ഭംഗിയായിട്ട് ഏറ്റവും മനോഹരമായിട്ട് ഇതെല്ലാം തീർത്തു തന്നതിന് എനിക്ക് നന്ദി അർപ്പിക്കുന്നു. ഈശോയുടെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചു. എല്ലാ കാര്യങ്ങളും ഭംഗിയായി തന്നെ നടന്നു. ദൈവമേ, യാത്രകളെ നീ അനുഗ്രഹിക്കണമേ. തുടർന്നുള്ള ഇവിടെ യാത്ര മനോഹരമാക്കും. അവിടെ രഹിതമായിട്ട് ഭംഗിയായിട്ട് ചെയ്യുവാൻ സാധിക്കണമേ. ദൈവമേ, പുതിയൊരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച സോണിയെയും രവിയെയും എൻ്റെ അനുഗ്രഹത്തിനായിട്ട് അനുഗ്രഹിക്കുന്നു. ഈ വീട്ടിലേക്ക് കടന്നു വന്നിരിക്കുന്ന മോളെ പൂർണ്ണമായിട്ട് അനുഗ്രഹിക്കുന്നു. ദൈവമേ, രണ്ട് കുടുംബങ്ങളും ഐക്യവും എല്ലാം നാളും നിലനിൽക്കുന്നതിനും സ്നേഹത്തിലും ഐക്യത്തിലും ഞങ്ങൾ എല്ലാവരെയും പരിപാലിക്കുന്നതിനും നിന്റെ ഉണ്ടാകണമേ. അമ്മയും മാതാവിയും നീ ഞങ്ങൾ മധ്യസ്ഥം വഹിക്കണമേ. നിന്റെ മധ്യസ്ഥത്തിനായിട്ട് ഞങ്ങൾ ഒന്നുചേർന്ന് പ്രാർത്ഥിക്കുന്നു. എന്നു പറഞ്ഞു പറയുമ്പോൾ എൻ്റെ വൃത്തി കൊട്ടാകുന്നുണ്ട് സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെടാമെന്ന് ഇതിൻ്റെ പിൻബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഞങ്ങളുടെ കാവൽ മാതാഹമാരെ ഞങ്ങൾ കൂട്ടായിരിക്കണമേ. ഞങ്ങൾ വാങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ പൂർവ്വപിതാക്കളെ എല്ലാവരെയും നിമിഷത്തെ ഞങ്ങൾ സ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവരുടെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ എല്ലാവരുടെയും മേലും ഉണ്ടാകണമേ. ഞങ്ങളുടെ മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ ബന്ധുക്കളെയും ചർച്ചക്കാരെയും എല്ലാവരെയും ഇതിൻ്റെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നീ ഞങ്ങൾ കൂട്ടായിരിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്തിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവിനും പരിശുദ്ധാത്മാവുമായി സർവീസ് നയിക്കും. When I make mistakes, you have what it takes to speak to me so I can change and be a better man. When it feels too much, all you do is touch me on my back where you know well will calm me down inside. Though I know few are your words, but still I feel your love. The way you hold yourself so I can be who I am. I am the one for you. You are the one for me. 'Cause baby, all you do is bring
be my wife? ഹിമമഴയായി വരും ഹൃദയം അണിവിരലാൽ തൊടൂ ഈ മിഴിയിണയിൽ സദാ പ്രണയം മഷിയെഴുതുന്നിതാ ശിലയായി നിന്നിടാം നിന്നെ നോക്കി യുഗമേറെ എന്റെ കൺചിമ്മിടാതെ എൻ ജീവനേ അകമേ വാനവില്ലിനേഴുവർണ്ണമായി ദിനമേ പൂവിടുന്നു നിൻ മുഖം അകലെ മാഞ്ഞിടാതെ ചേർന്നിതെന്നിൽ നീ എന്നോമലേ നീ ഹിമമഴയായി വരൂ ഹൃദയം അണിവിരലാൽ തൊടൂ